നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവീ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്നത്തെ പതിവ് എന്താച്ചാല് മെയ് 30 ശനിയാഴ്ച, ഈ മാസത്തിലെ വൈകാശി മാസത്തിലെ വിശാഖം അന്ന് നിങ്ങൾ ചെയ്യേണ്ടിയ ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഇത് പതിവ് ഞാൻ നേരത്തെ ഇടുന്ന എന്താച്ചാല് ഇതിനു വേണ്ടിയ പൊരുൾ വന്നിട്ട് നിങ്ങൾ നേരത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറയുന്ന ഒരേ ഒരു പേര് നിങ്ങളുടെ കയ്യിൽ ഇരുന്നാലേ മതി. പാവപ്പെട്ട നിലയിലിരിക്കുന്നവർക്ക് കൂടെ പണക്കാരനാവാനുള്ള ഒരു വായ്പ്. സാമ്പത്തികം, പണം, സന്തോഷം, സമാധാനം എല്ലാം താനെ വന്നു ചേരും. അത് എന്ത് പേരാണ്, എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് മുന്നേ ഇനി നമുക്ക് ജൂൺ മാസം വരും തേയ്പുര പഞ്ചമി ഡേറ്റ് നോക്കാം. തിഥി വന്നിട്ട് 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത്. 4-ാം തീയതി വ്യാഴാഴ്ച 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. 2 വർഷമായിട്ട് നമ്മുടെ വീഡിയോസ് ഇത് കണ്ടുവരുന്നവർക്ക് ഓൾ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതുതായി വരുന്നവരാണ്, നിങ്ങൾക്കും ചേരണച്ചാല് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വരുന്നതാണ്. എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വേണ്ട പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനി വീഡിയോയ്ക്കുള്ളിലേക്ക് വന്നോളൂ. എന്ത് പേരാണെന്ന് നമുക്ക് നോക്കാം. മുരുക ഭഗവാന്റെ ഭക്തർക്ക് മുരുക ഭഗവാൻ സംബന്ധിച്ച് എന്തൊരു വിശേഷം വന്നാലും അവര് വന്നിട്ട് അത് തിരുവിഴ മാതിരി കൊണ്ടാടും. അങ്ങനെ ഇരിക്കുന്ന മുരുക ഭഗവാൻ അവതരിച്ച ഒരു അത്ഭുതമായ നാളാണ് ഈ വൈകാശി വിശാഖം. ശരിയാ? അതായത് ഓരോരോ വർഷവും വൈകാശി മാസത്തിൽ വരുന്ന വിശാഖം നക്ഷത്രവും പൗർണമി തിഥിയും ചേർന്ന് വരുന്ന നേരം നമ്മൾ വന്നിട്ട് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അതാണ് വൈകാശി വിശാഖ തിരുവിഴ. നിറയെ കോവിലുകളിൽ വന്നിട്ട്, നിറയെ ഇപ്പൊ വില്ലേജ് സൈഡിലൊക്കെ വന്നിട്ട് ഇത് വന്ന് വൈകാശി വിശാഖം വന്നിട്ട് 10 നാൾ ഉത്സവമായിട്ട് കൊണ്ടാടും. നമ്മുടെ തനി കഷ്ടങ്ങള് ഇങ്ങനെ തീർന്നു പോവാൻ ഓരോരോ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിന് ബദലായിട്ട് നമ്മുടെ കഷ്ടങ്ങളെല്ലാം ഒട്ടുമുക്കാലായിട്ട് പോകാനായിട്ട് നമുക്ക് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന കലിയുഗ ദൈവമായിരിക്കുന്ന മുരുക ഭഗവാൻ അവതരിച്ച ദിവസമാണ് വൈകാശി വിശാഖം. ഇത്തിരി എളിമയായിട്ട് പറയുകയാണെങ്കിൽ, ഒരുപാട് നാള് തപസ്സിരുന്ന് ശൂരപത്മൻ ശിവഭഗവാൻ കിட்ட ഒരു വരം വാങ്ങി. എനിക്ക് വന്നിട്ട് അമ്മ പ്രസവിക്കാത്ത, അതുപോലെ ശിവനും ശക്തിയും ചേർന്നുരുവാക്കണ ഒരു ശക്തി മൂലമായിട്ട് എനിക്ക് മരണം ഉണ്ടാവണം. അങ്ങനെ ഒരു വരം വേണമെന്ന് ശിവഭഗവാനോട് ചോദിക്കുന്നു. ശിവഭഗവാൻ വന്നിട്ട് ആ വരവും ഇദ്ദേഹത്തിന് കൊടുത്തു. ഒരു ഘട്ടത്തില് ഈ വരം വാങ്ങുന്ന ശൂരപത്മന് ദേവർകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് താങ്ങാൻ വയ്യാതെ ദേവർകൾ വന്നിട്ട് ശിവഭഗവാൻ കൂടെ കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പോൾ ശിവഭഗവാന് ദേഷ്യം വന്നിട്ട് നെറ്റിയിൽ നിന്ന് വരുന്ന ആ തീപ്പൊരിയാല് ശരവണ പൊയ്കയിലിരിക്കുന്ന 6 താമരപ്പൂക്കളില് 6 കുഞ്ഞുങ്ങളെ ഉരുവെടുക്കുന്നു. ആ 6 കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കാനുള്ള പൊരുപ്പ് വന്നിട്ട് 6 കാർത്തേയ പെൺകിടാങ്ങള്, അതായത് സ്ത്രീകൾക്ക് കിട്ടെ ശിവഭഗവാന് കൊടുക്കുകയാണ്. അവർക്കിട്ടെ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന്. അതിനുശേഷം പാർവതി ദേവി തങ്ങളുടെ ശക്തി കൊണ്ട് ഈ 6 കുഞ്ഞുങ്ങളെയും ഒന്ന് ചേർത്തിട്ട് 12 കരങ്ങളും 6 മുഖവും കൊണ്ട് മുരുക ഭഗവാനെ ഉരുവാക്കിയെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അത്ഭുതமான വിശേഷ നാളാണ് വൈകാശി മാസത്തിലെ വിശാഖം. കഷ്ടങ്ങളെല്ലാം നീക്കി നന്മകൾ കൊണ്ടുവരാനുള്ള, നമ്മളെ ഉപദ്രവിക്കുന്നവരെ വിരട്ടിയോടിക്കാനുള്ള ശക്തിയായിരിക്കുന്ന മുരുക ഭഗവാന് അവതരിച്ച ദിവസം, അതാണ് വൈകാശി വിശാഖം. സോ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ മുരുക ഭഗവാനെ വണങ്ങുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം അവതരിച്ച ഈ വൈകാശി വിശാഖത്തില് നിങ്ങൾ അദ്ദേഹത്തെ വണങ്ങി എന്ത് ചോദിച്ചാലും അവര് നിങ്ങൾക്ക് അതുപോലെ കൈക്കുള്ളിൽ വെച്ച് തരും. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അതോടെ വിലക്കി ഓടി മാറി നമ്മളിൽ നിന്ന് അകന്നു പോയിടും. ഇതൊരു ഐതിഹ്യമായി നിലനിന്ന് വരുന്നത്. ഇങ്ങനെയുള്ള വൈകാശി വിശാഖം ഒരു ചില വർഷത്തില് പൗർണമിയോട് ചേർന്നാണ് വരുന്നത്. ഒരു ചില വർഷത്തില് വിശാഖ നക്ഷത്രം ഒരു നാളും പൗർണമി തിഥി വേറൊരു നാളുമായിട്ട് വരും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ വർഷത്തില് വിശാഖ നക്ഷത്രത്തെ പൊരുത്തവരേക്കും മെയ് 29 വെള്ളിയാഴ്ച മധ്യാഹ്നം 12:30
തുടങ്ങിയിട്ട് പിറ്റേന്ന് 30-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് മേല് 2:18 അതായത് 2:18 PM വരെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പൗർണമി അങ്ങനെയല്ല. പൗർണമി വന്നിട്ട് മെയ് 30 ശനിയാഴ്ച മധ്യാഹ്നം 12:55 തുടങ്ങി. പിറ്റേന്ന് ഞായറാഴ്ച വന്നിട്ട് 2:45 അതായത് 2:45 PM വരെ പൗർണമി ഇരിക്കുന്നുണ്ട്. ഇപ്പോ വെള്ളിയാഴ്ച തുടങ്ങുന്ന വിശാഖം ശനിയാഴ്ച തീരുന്നു, ശനിയാഴ്ച തുടങ്ങുന്ന പൗർണമി ഞായറാഴ്ച തീരുന്നു. ക്ലിയർ അല്ലേ? വിശാഖ നക്ഷത്രം വെള്ളിയാഴ്ച ആരംഭിച്ചാലും ഇപ്പോ സൂര്യോദയത്തിന് നമ്മൾ കണക്കിലെടുത്ത് നമ്മൾ ശനിയാഴ്ച തന്നെ വൈകാശി വിശാഖം കൊണ്ടാടുന്നത്. ശനിയാഴ്ച രാവിലെ 9 നിന്ന് 10:30 വരെയാണ് രാഹുകാലം ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് മേലെ 1:30 3:30 വരേക്കും യമകണ്ഠകാലം ഇരിക്കുന്നുണ്ട്. മുരുക ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്യേണ്ട ശരിയായ നേരം എന്ന് പറയുന്നത് രാവിലെ 7:30 8:30 വരെ, 7:30 AM to 8:30 AM, ശനിയാഴ്ച 30-ാം തീയതി. ശരിയാ? അത് വിട്ടുന്നവർക്ക് ഉച്ചയ്ക്ക് മേലെ 12 മണി തൊട്ട് 1 മണി വരെയുള്ള സമയം ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് നേരത്തിൽ വഴിപാട് ചെയ്താലും ശരി, ആ നേരത്തില് ഞാൻ ഈ പറയുന്ന ഈ ഒരേ ഒരു വേര് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടിയ ഒരു പരിഹാരം. ഈ പരിഹാരം വന്നിട്ട് ജീവിതത്തിൽ പല മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുത്തരും. വൈകാശി വിശാഖം വരുന്ന ഈ നാളില് നമ്മള് നമ്മുടെ പൊരുളാധാര മുന്നേറ്റത്തിനും നമ്മുടെ സെൽവസെഴിപ്പ് മീൻസ് നമ്മുടെ കുടുംബത്തിലോട്ട് സാമ്പത്തികം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന്, നമ്മുടെ കൈകളിൽ പണം വരാന്, നമുക്ക് നല്ല ജോലി കിട്ടാന്, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നമ്മൾ ജീവിതത്തിൽ തന്നെ ഭയങ്കര വലിയ ഫലങ്ങളാണ് നമുക്ക് കൊണ്ടുതരുന്നത്. അതിനുള്ള മുഖ്യമായ ഒരു പൊരുളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇത് ഈ പതിവ് ഞാൻ നേരത്തെ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇത് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിത് കണ്ടെത്തി വാങ്ങി, ഇല്ലെങ്കിൽ വീടിനടുത്ത് നിന്ന് പറിച്ചെടുത്ത് ഇത് ചെയ്തോളുക. ഇതിന്റെ പേര് വന്നിട്ട് കുപ്പമേനി വേരെന്നാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ ഇമേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീടിനടുത്തോ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ മനസ്സിലാക്കി അവിടെ നിന്ന് പറിച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ കിട്ടും. ആരും മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്കും പവർഫുൾ ആയത്. ഇപ്പോൾ കേരളത്തിലിരിക്കുന്നവർക്കായാലും ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇത് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ വിദേശത്തും അങ്ങാടിക്കടയിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് കോവിൽ പക്കത്തുള്ള അങ്ങാടിക്കട നോക്കി നിങ്ങൾ ഈ പൂജാ സാധനങ്ങൾ കിട്ടുന്ന കട നോക്കി നിങ്ങളിത് വാങ്ങുക. കാരണം എന്ന് വെച്ചാൽ ഈ വേര് വന്നിട്ട് ഭയങ്കര ഔഷധ ഗുണമുള്ളത്. പൂജാ കാര്യങ്ങൾക്കൊക്കെ വിദേശത്തൊക്കെ ഒരുപാട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇല്ല എന്ന് ആരും പറയരുത്. കൃത്യമായിട്ട് ഇത് അത്രയ്ക്കും ഭയങ്കര ഫലം തരുന്നത് കൊണ്ടാണ് ഞാൻ പതിവേ നേരത്തെ പോട്ടിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളണേ. പേര് വന്നിട്ടേ കുപ്പമേനി എന്നുള്ളൂ. നമ്മുടെ കുപ്പയിലിരിക്കുന്ന നമ്മുടെ ജീവിതത്തിനെ മേലോട്ട് കയറ്റിക്കൊണ്ടുവരും, നമ്മളെ പണക്കാരനാക്കും, നമ്മളെ എന്താ പറയുക, സമാധാനവും സന്തോഷവും നമുക്ക് ഇല്ലാത്തതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു പൊരുള്. ഒരു രാജാവ് മാതിരി ഗോപുരത്തിന്റെ ഉച്ചിയിലെ കൊണ്ടുവന്ന് ഇരിക്കാൻ വയ്ക്കുന്ന മാതിരി നമുക്ക് സെൽവസെഴിപ്പ് ഉണ്ടാവും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വേരാണ് ഇത്, കുപ്പമേനി വേര്. ഈ ഇലകളിൽ നിന്ന് താഴെയായിട്ട് വരുന്നത് അറിയാമല്ലോ, വേരെന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ റോഡൊക്കെ നടന്നു പോകുമ്പോൾ നമ്മളത് ഗൗനിക്കില്ല. അങ്ങനെയുള്ള ഇടത്തിലിരിക്കുന്നതാണ് ഈ കുപ്പമേനി വേര്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ, ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചോളുക. ഈ കുപ്പമേനി വേര് എന്നത് ഒരു അത്ഭുതമായിട്ടുള്ള ധന ആകർഷണ മൂലിക എന്ന് പറയാം. അതുപോലെ തന്നെ ഔഷധപരമായിട്ട് ഇതിന്റെ സ്ഥാനം ഭയങ്കര വലുതാണ്. വയറിലെ വിരകളെ നശിപ്പിക്കാൻ, മലബന്ധം മാറ്റാൻ, ചർമ്മരോഗങ്ങൾക്ക് എല്ലാത്തിനും ഇതാണ് ധാരാളമായി, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതാണ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. ഇതിന്റെ സയന്റിഫിക് നെയിം വന്നിട്ട് അക്കാലിഫ ഇൻഡിക്ക എന്നാണ് പറയുന്നത്. ശരിയാ? നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പൊ ധനാകർഷണത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ വേര് വന്നിട്ട് എല്ലാം ആകർഷിച്ച് നമ്മളിടം കൊണ്ടുവന്ന് തരാനുള്ള ഒരു ശക്തി ഈ വേരിനിരിപ്പുണ്ട്. ഇത് വന്നിട്ട് നിങ്ങൾ ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ വീടിന്റെ പക്കത്തൊക്കെ പോയി നോക്കിക്കോളുക. ഉണ്ടെങ്കിൽ വേരോടെ ഈ ചെടി പിഴുതെടുക്കണം. അങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ അതുമൂലമായിട്ട് നമുക്ക് ശാപങ്ങളോ പാപങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് ശാപം നസി നസി എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ കുപ്പമേനി വേരിനെ പിഴുതെടുക്കാനായിട്ട്. അതിനുശേഷം നഖം പെടാതെ നിങ്ങൾ ഈ കുപ്പമേനി വേരിൽ ഇരിക്കുന്നില്ലേ ഇലകളെല്ലാം പിരിച്ചെടുക്കുക, എന്ന് വെച്ചാൽ അടർത്തിയെടുക്കുക. വേര് എടുത്തിട്ട്, എന്നിട്ട് ഇത് ഇല മാറ്റിയിട്ട് വേര് മാത്രം എടുത്തിട്ട് നിങ്ങൾ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തില് ഇത് കഴുകി ശുദ്ധമാക്കണം. അത് എന്തിനാ വെച്ചാല് ദോഷങ്ങളും പാപങ്ങളും എന്തെങ്കിലും ഇരിക്കുമെങ്കിൽ മഞ്ഞ കലർത്തിയ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതെല്ലാം പോയി കിട്ടും. ദാറ്റ് മീൻസ്
ഉയിരോടെ ഇരിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ പിഴുതുകൊണ്ട് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് പാവവും കിട്ടാൻ പാടില്ല. ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ഓൺ എന്താ പറയുക, നമ്മുടെ സെൽഫിഷ്നെസ് കൊണ്ട്, നമ്മുടെ ആവശ്യത്തിനാണ് അത് പിഴുതെടുത്തുകൊണ്ട് വരുന്നത്, ജീവനോടെ നിൽക്കുന്ന ഒന്നിനെ. അപ്പൊ അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പാപമോ അതിന്റെ ശാപമോ ഏൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ശരി, മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ ഇത് എടുത്ത് കഴുകി ശുദ്ധപ്പെടുത്തി വെച്ചല്ലോ. ദെൻ എന്താ ചെയ്യേണ്ട വെച്ചാല് പൂജാറയിൽ പോയിട്ട് മുരുക ഭഗവാന് ഒരു ദീപം വെക്കുക. നെയ്യ് വെച്ചിട്ട് ദീപം വെച്ചാലും ശരി, സാധാരണ നോർമൽ ഓയിൽ ഊത്തി വെച്ചാലും ശരി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വെച്ചോളുക. ഒരേ ഒരു ദീപം മതി. ദീപത്തിന്റെ മുന്നേ നമ്മളിപ്പം തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കുപ്പമേനി വേരിനെ എടുത്ത് വെച്ചോളുക. മുരുക ഭഗവാന്റെ പടം ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തായിട്ട് വിളക്ക് വെച്ചിട്ട് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനെ തന്നെ ചിന്തിച്ചിട്ട് ഇത് ഭഗവാനാണ്, വിളക്ക് ഭഗവാനാണ് എന്ന് ചിന്തിച്ചിട്ട് പക്കത്തിലോട്ട് വെച്ചോളുക. പാദമെന്ന് സങ്കല്പിച്ച് വെച്ചോളുക. എന്നിട്ട് പറയുക, മുരുക ഭഗവാനെ, നിങ്ങൾ അവതരിച്ചിരിക്കുന്ന ഇന്ന് ഒരു വൈകാശി വിശാഖം നാളില് ഞാൻ ചെയ്യുന്ന ഈ ഒരു വേര് വഴിപാട് മുഖേന, ഈ കുപ്പമേനി വേര് മുഖേന ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് വരണം. എന്റെ ഭർത്താവിന്റെ, എന്റെ ഭാര്യയുടെ, എന്റെ മക്കളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതലായി വരണം. അവർക്ക് നന്മ വരണം, സന്തോഷം ഉണ്ടാവണം ജീവിതത്തിൽ. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കണം, വീട്ടിൽ വഴക്കോ ബഹളോ ഒന്നും ഉണ്ടാവാതിരിക്കണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്രഹദോഷ ബാധിപ്പ് ഉണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഗ്രഹദോഷങ്ങളുള്ളവരുണ്ടല്ലോ ചിലവരുടെ ജാതകത്തിൽ, അതൊക്കെ മാറി കിട്ടണം. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കോരികയും ഭഗവാന്റെ മുന്നേ നിങ്ങൾ വെച്ചോളുക. വേര് നോക്കി നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. കുറഞ്ഞത് ഒരു അരമണിയിൽ നിന്ന് 1 മണി നേരം വരെ, ഹാഫ് ആൻ അവർ ടു 1 hours വരേക്കും ഈ വേര് ആ വിളക്കിന്റെ പക്കത്ത് തന്നെ ഇരിക്കണം. അതുവരേക്കും വിളക്കും കത്തിയിട്ടേ ഇരിക്കണം, ഓയില് ഒഴിച്ചോണ്ടേ ഇരിക്കുക. ശരിയാ? ഇനി പൂജയെല്ലാം മുടിച്ചതിന് ശേഷം വിളക്കെല്ലാം അണഞ്ഞു കഴിയുമല്ലോ, ആ സമയത്തിന് നിങ്ങൾ ഈ വേര് എന്ത് ചെയ്യണം വെച്ചാല്, ഇപ്പോ കോഡ് പോടാത്ത പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ പ്ലെയിൻ വൈറ്റ് ഷീറ്റ് പേപ്പറിൽ നമ്മൾ ഈ കല്യാണത്തിന് പത്രിക വയ്ക്കുമ്പോൾ 4 മൂലയിലും ഇങ്ങനെ മഞ്ഞൾ തടവുമല്ലോ, അതുപോലെ ഈ പേപ്പറിൽ 4 മൂലയിലും മഞ്ഞൾ തടവിയതിന് ശേഷം ആ വേര് വെച്ചിടുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിന്റെ കൂടെ ഒരു 1 രൂപ നാണയം, 1 രൂപ നാണയം അല്ലെങ്കിൽ 2 രൂപ വെച്ചോളുക, ഒരു നാണയവും കൂടെ വെച്ചതിന് ശേഷം, എന്നിട്ട് ഇത് മടച്ചെടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ എവിടെ വെക്കണമെന്ന് ആശപ്പെടുന്നതോ അവിടെ കൊണ്ടുപോയി വെച്ചോളുക. ഇത് ബ്യൂറോയിൽ വെക്കണം, പൂജ അറയിൽ വെക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ വെച്ചോളുക. നിങ്ങളുടെ വണ്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, നിങ്ങളുടെ ബോസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഡെയിലി കൊണ്ട് നടക്കുന്ന ബാഗിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. ഇത് വയ്ക്കുന്നതിനാല് ധന ആകർഷണം എന്ന് പറയുന്നത് എപ്പോഴും ഇരുന്നിട്ടേ ഇരിക്കും. അത് വീട്ടിൽക്കുള്ള വെച്ചാൽ വീട്ടിൽക്കുള്ള ആയിരിക്കും, നിങ്ങളുടെ ബാഗിൽ വെച്ചാൽ നിങ്ങളുടെ ബാഗിൽ തന്നെ പണം വന്നിട്ടേ ഇരിക്കും. ശരിയാ? ഇപ്പൊ നമ്മൾ ശമ്പളം വാങ്ങുന്നു, അതായത് നമ്മുടെ ഹസ്ബൻഡ് ആയാലും ശരി, വൈഫായാലും ശരി, മക്കളായാലും ശരി, ശമ്പളം വാങ്ങുന്നു, പക്ഷെ അത് മുഴുവനായിട്ട് വീട്ടിലേക്ക് വരുന്നില്ല. അതല്ല, നമ്മുടെ ഉദ്യോഗത്തിൽ, നമ്മുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അന്ന് എങ്ങനെ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചോ അതേ പൊസിഷനിൽ തന്നെയാണ് 5 വർഷം കഴിഞ്ഞും ഇരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അത് മാത്രമല്ല, നമ്മൾ കൊടുത്ത കടം നമുക്ക് തിരിച്ചു വന്നിട്ടില്ല, നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടാന്, ഇങ്ങനെയുള്ള ഏത് പ്രശ്നത്തിനായിരുന്നാലും ഒരു തീരുമാനം ഉണ്ടാവും. കറക്റ്റായിട്ട് അതിനൊരു ഫലം നമുക്ക് കിട്ടും. ഈ വേര് മാത്രം നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നോക്കിക്കൊള്ളുക. പണം താനെ നിങ്ങളുടെ കൈകളിലൊക്കെ ഒഴുകി എത്തപ്പെടും. അപ്പൊ ചോദിക്കും, ഇത് വേരും എടുത്ത് കയ്യിൽ പിടിച്ചു വെച്ചിട്ടിരുന്നാ മതിയോ, പണം ഇങ്ങ് ഒഴുകി വരുമോന്ന്? ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി നമ്മൾ ഈ സൈഡിൽ കൂടെ നമ്മുടെ മാന്ത്രികവും താന്ത്രികവും ഒക്കെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് താനെ പണം വന്നോളും. ഇതൊക്കെ വേറൊന്ന് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവര് ഇതിൽ ഒരു ചെറിയ ഡൗട്ട് വന്നാൽ കൂടെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ശരിയാ? നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോൾ ആ പൈസ നമുക്ക് വീട്ടിൽ വരുന്നില്ല എങ്കിൽ അതിനുള്ള അവസരം മുരുക ഭഗവാൻ ഉണ്ടാക്കി തരും. നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറ്റി നമുക്ക് നന്നായിട്ട് സെൽവം അധികരിക്കാനുള്ള ഒരു അവസരം ദൈവം കൊണ്ടുതരും. ഈ വേരിന് വന്നിട്ട് അത്രയ്ക്കും ശക്തി ഇരിപ്പുണ്ട്. ഈ വേരിൽ ഭഗവാന്റെ ഒരു അരുൾ വന്ന് അത് ചെയ്തു തരും. ആവശ്യമില്ലാത്ത ചെലവുകൾ, കയ്യിൽ നിന്ന് ചുമ്മാ പൈസ പോകുന്നത്, വീട്ടിലെ ചെലവുകൾ എല്ലാം കുറച്ചു തരും. ഇങ്ങനെ ചെലവ് കുറഞ്ഞാലേ മതി, നമ്മുടെ കയ്യിൽ ക്യാഷ് നിൽക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിന് വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അത് തീർച്ചയായിട്ടും പാഴായിട്ട് പോകത്തില്ല. സോ ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ഈ മുറ ചെയ്ത് നോക്കിക്കോളുക. ഇനി 3 മാസത്തില് ഒരു തവണ നിങ്ങൾ ഈ പഴയ വേര് എടുത്ത് മാറ്റി പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തോളുക. ഈ വേര് എന്താ ചെയ്യണമെന്ന് വെച്ചാല് വെള്ളത്തിൽ നല്ലതായിട്ട് ശുദ്ധപ്പെടുത്തിയിട്ട് കാൽപ്പടത്തടത്തിൽ എറിഞ്ഞു കളഞ്ഞോളൂ. ഇതിന്റെ ആരംഭം വന്നിട്ട് ഈ ഒരു വൈകാശി വിശാഖത്തിലെ നടക്കട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് വേറെ ചെയ്യേണ്ടിയ ദിവസം ബുധനാഴ്ച ചെയ്യാം, ശനിയാഴ്ച ചെയ്യാം, ഞായറാഴ്ച ചെയ്യാം. ഇനി ഇതിന് കെട്ടുപാടുകൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല്
പീരീഡ്സ് ആയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൂജ അറയിൽ ചെയ്യേണ്ട, മുരുക ഭഗവാന് വിളക്കേറ്റണ്ട. അല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു സോണിൽ വെച്ചോളുക. പിന്നെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ പുലവാലായ്മയുള്ളവര് ഇതുപോലെ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് വിളക്ക് വയ്ക്കേണ്ട, അല്ലാതെ നിങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരിടത്ത് വെച്ചോളുക. ശരിയാ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നേരത്തെ തന്നെ ഈ പതിവ് പോട്ടത് എന്താ വെച്ചാല് നിങ്ങൾ കറക്റ്റായിട്ട് ഈ പേര് കണ്ടുപിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ആരും ഇടാതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. അപ്പോൾ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.